വെൽക്കം ടു കുക്കിംഗ് ഇറ്റ് സിമ്പിൾ. ഞാൻ ജെസ്സി. ഇന്ന് എത്തിയിട്ടുള്ളത് മുട്ടയൊന്നും ചേർക്കാതെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു വാനില കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. മുട്ട കഴിക്കാത്തവരുണ്ടാവും, മുട്ട അലർജി ആയിട്ടുള്ളവരുണ്ടാവും, മുട്ടയുടെ മണം ഇഷ്ടമില്ലാത്തവർക്കുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ഇതുണ്ടാക്കാൻ നിങ്ങൾക്ക് ബീറ്ററോ ഓണോ ഒന്നും വേണ്ട. തീർച്ചയായിട്ടും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അക്കാര്യം ആരും മറക്കരുത്. ഈ ഒരു റെസിപ്പിയിൽ മുട്ടയ്ക്ക് പകരമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് തൈരാണ്. അധികം പുളിയില്ലാത്ത തൈര് ഞാൻ എടുത്തിട്ടുണ്ട്. 1/4 കപ്പാണ് തൈര് എടുത്തിട്ടുള്ളത്. ഒരുപാട് പുളിയുള്ള തൈര് എടുക്കരുത്. അതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര നമുക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ ഉണ്ടാക്കുന്നത് വാനില കേക്ക് ആയതുകൊണ്ട് 1/2 ടീസ്പൂൺ അളവിൽ വാനില എസൻസും ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാനൊരു 1/4 കപ്പ് അളവിൽ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. സാധാ സൺഫ്ലവർ ഓയിലോ വെജിറ്റബിൾ ഓയിലോ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഒരു 1/3 കപ്പ് പാലൊഴിച്ചു കൊടുക്കാം. റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ് ഇതിനായിട്ട് എടുക്കേണ്ടത്. ഒരു കപ്പിൻ്റെ 1/3 ഭാഗമാണ് പാലെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഒരു ഫോർക്ക് ഉപയോഗിച്ചോ വൈഡ് വിസ്ക് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് കട്ടയില്ലാതെ മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഈ ഒരു മിക്സ്ചറിലേക്ക് ഒരു അരിപ്പയിലൂടെ 1/4 കപ്പ് മൈദ നമുക്ക് ഇട്ട് കൊടുക്കാം. ഡ്രൈ ഇൻഗ്രീഡിയൻസ് എപ്പോഴും അരിച്ചിടുന്നതാണ് നല്ലത്. 1/2 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡ, അതേപോലെ തന്നെ കുറച്ച് ഉപ്പ്, ഒരു 3-4 നുള്ളു മതി, ജസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാനാണ്. ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് അരിപ്പയിലൂടെ അരിച്ചെടുക്കാം. എന്നിട്ട് ഈ മിക്സ്ചറിൽ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. മിക്സ് ചെയ്യാനും ഞാൻ ഇതേപോലത്തെ ഒരു വൈഡ് വിസ്കാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് സ്പാച്ചുല ഉപയോഗിച്ചിട്ടോ സ്പൂൺ ഉപയോഗിച്ചിട്ടോ ഒക്കെ ഇത് മിക്സ് ചെയ്യാം. ഒരുപാട് അടിച്ചിട്ട് എയർ ഇതിലേക്ക് ഇൻകോപ്പറേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കേക്കിലൊക്കെ എയർ ബബിൾസ് വരും. ഇതുപോലെ റൊട്ടേറ്റിംഗ് മോഷനിൽ സ്പീഡ് കുറച്ചിട്ട് കട്ടയില്ലാതെ മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഈ ഒരു കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് ഞാൻ 3 ലിറ്ററിൻ്റെ അലൂമിനിയം കുക്കറാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ അകത്ത് കുറച്ച് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിപ്പം 5 ഇഞ്ച് വായോട്ടമുള്ള അലൂമിനിയം കുക്കറാണ്. അടിഭാഗത്തായിട്ട് ഒരു പീസ് ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുന്നുണ്ട്. അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ മേലെയും ഇതുപോലെ ഒന്ന് ബ്രഷ് തടവി കൊടുക്കുക. അപ്പോൾ ബട്ടർ പേപ്പർ അവിടെ ഇങ്ങനെ ഇളകാതെ നിന്നോളും. ഇനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള കേക്ക് ബാറ്റർ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. കേക്ക് ബാറ്റർ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഉണ്ടാവുക. കേക്ക് ബാറ്റർ ഒഴിച്ചതിന് ശേഷം കുക്കർ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും എയർ ബബിൾസ് ഉണ്ടെങ്കിൽ പോകാനായിട്ടാണ്. അതിനുശേഷം നമുക്ക് മൂടി വെച്ചിട്ട് അടയ്ക്കാം. ഈ ഒരു സമയത്ത് കുക്കറിൻ്റെ വെയിറ്റ്, അതായത് വിസിൽ ഊരി വെക്കണം. അതിൻ്റെ ഗ്യാസ് കട്ടോ ഒന്നും ഊരി വെക്കേണ്ട കാര്യമില്ല. ആ റിങ്ങൊക്കെ നമുക്ക് ഇട്ടിട്ട് തന്നെയാണ് കേക്ക് ബേക്ക് ചെയ്യാനായിട്ടുള്ളത്. ജസ്റ്റ് ഈ ഒരു വെയിറ്റ് മാത്രം ഊരി വയ്ക്കുക. ഈ ഒരു സമയത്ത് ഞാൻ അടുപ്പത്ത് ഒരു പഴയ നോൺ സ്റ്റിക്ക് പാത്രം ചൂടാവാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഏതൊരു തവയും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതൊന്ന് ചൂടായി കഴിഞ്ഞാൽ അതിൻ്റെ മേലെ ഈ കുക്കർ എടുത്തിട്ട് വെക്കുക. എന്നിട്ട് ആദ്യത്തെ 1 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കുക. അതിനുശേഷം ഫ്ലെയിം കുറച്ച് വെക്കുക. എന്നിട്ട് 25 മുതൽ 30 മിനിറ്റ് വരെ ചെറിയ ഫ്ലെയിമിൽ ഇതുപോലെ ആവി വരുന്നത് വരെ നിങ്ങൾ ബേക്ക് ചെയ്യുക. കേക്ക് നന്നായിട്ട് ബേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നന്നായിട്ട് ആവി വരും. ആ ഒരു സമയത്ത് തുറന്ന് നോക്കുക. ടൂത്ത് പിക്ക് എടുത്തിട്ട് കുത്തി നോക്കുക. ക്ലീൻ ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ കേക്ക് ബേക്കായി എന്നാണ്. ഇനി കേക്ക് ചൂട് തണിയാനായിട്ട് മാറ്റി വയ്ക്കുക. കേക്ക് ചൂട് നന്നായിട്ട് തണഞ്ഞതിന് ശേഷം മാത്രം ഒരു സ്പാച്ചിൽ ഉപയോഗിച്ചിട്ട് ഇതുപോലെ സൈഡൊന്ന് ഓടിച്ചു കൊടുക്കുക. എന്നിട്ട് കേക്ക് കുക്കറിൽ നിന്ന് പുറത്തെടുക്കുക. അപ്പോൾ അതാ കണ്ടല്ലോ, നല്ല നീറ്റായിട്ട് തന്നെ ബേക്കായി വന്നിട്ടുണ്ട്. ഈ ബട്ടർ പേപ്പർ അങ്ങ് എടുത്ത് കളയാം. ഇപ്പോൾ കേക്ക് നല്ല സോഫ്റ്റായിട്ടാണ് ഉള്ളത്. അത്യാവശ്യം നന്നായിട്ട് പൊങ്ങി വന്നിട്ടുമുണ്ട്. കേക്ക് നിങ്ങൾക്ക് തൊട്ട് നോക്കിയാൽ മനസ്സിലാവും. മുട്ടയൊന്നും ചേർക്കാതെ തന്നെ നല്ല സോഫ്റ്റായിട്ടുള്ള കേക്ക് തന്നെ കിട്ടിയിട്ടുണ്ട്. നമ്മളിതിൽ പാലൊക്കെ ചേർത്തിട്ടുണ്ട്. പിന്നെ തൈരും ഇതിലൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ്. ഒരുപാട് പുളിയില്ലാത്ത തൈര് തന്നെ എടുക്കണം. അക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഞാനിത് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. നിങ്ങൾക്കിത് സാധാരണ കേക്ക് ഐസിംഗ് ഒക്കെ ചെയ്യുന്ന പോലെ ഐസിംഗ് ചെയ്തിട്ടും കഴിക്കാം. അതല്ല ഒരു ടീ കേക്ക് പോലെ അങ്ങനെയും കഴിക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം. താങ്ക്